പറയും. അവിടെ നിന്ന് വീടുകളിൽ മാരകമായ മഹാമാരി സംരക്ഷിക്കും. തന്റെ ദൂരുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്റെ മനസ്സോടും മനസ്സിലുള്ള കീഴിൽ നിനക്ക് അഭിനയിക്കും. അവിടെ വിശ്വസ്തത നിനക്ക് കവചവും രക്ഷയുമായിരിക്കും. രാത്രിയിൽ വീടുകളിലെയും ഭയപ്പെടേണ്ട. ഇത് സ്ഥിതിക്കുന്ന മഹാമാരിയെ പേടിക്കേണ്ട. നിന്റെ ഭാഷകളിൽ സംഭവിക്കുകയില്ല. ആശ്രയിച്ചു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്വസ്ഥീകർത്താവുന്നതിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നവരുടെ തലത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനും പുത്രനും പരിശുദ്ധാത്മാവിനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട ഹിപ്പുളിനച്ച, ജോബച്ച, സ്നേഹമുള്ള ആശ്വിൻ, സോണിയ,
ഇവിടെ മാതാപിതാക്കളെ, ബന്ധുമിത്രങ്ങൾ, ആദ്യമായി നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതത്തിൻ്റെ എല്ലാവിധ ദൈവിക അനുഗ്രഹങ്ങളും ആശംസകളും നേടുകയാണ്. ഉത്തിതനായ യേശു ക്രിസ്തുവിനോടൊപ്പം നിങ്ങളുടെ പുതിയ ജീവിതം ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ട ദൈവിക അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരുടെയും മറ്റു ബന്ധുക്കളുടെയും പേരിൽ ആശംസിക്കുകയും, ഈ ഒരു വിവാഹ ജീവിതം നമ്മളെക്കാൾ ഏറെ ദൈവത്തിന് പ്രീതികരമായ ജീവിതത്തിൽ ഭംഗിയായി പര്യവസാനിക്കുവാൻ വേണ്ട അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിന് ആദ്യമായി വേണ്ടത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. വചനം പറയുന്നത് പോലെ കർത്താവ് ഭവനം പണിയുന്നില്ല എങ്കിൽ വേലക്കാരൻ്റെ അധ്വാനം വ്യർത്ഥമാണ്. ദൈവം നഗരം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാരൻ ഉറക്കമിളക്കുന്നതും വ്യർത്ഥമാണ്. ആദ്യമേ നിങ്ങളുടെ ഈ വിവാഹ ജീവിത വിജയത്തിനും ഐശ്വര്യത്തിനും ഈ ദൈവികാനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതവും പ്രാർത്ഥന അധിഷ്ഠിതമായിരിക്കണം. രണ്ടാമതായി നിങ്ങൾക്ക് വേണ്ടത് മാതാപിതാക്കന്മാരുടെ അനുഗ്രഹമാണ്. മാതാപിതാക്കന്മാർ നമ്മുടെ കാണപ്പെട്ട ദൈവമാണ്. വിവാഹം കഴിയുന്ന അവസരത്തിൽ ഈ മാതാപിതാക്കളുടെ വാക്കുകളെയും അവരുടെ ആശയങ്ങളെയും നിങ്ങൾ തള്ളിക്കളയരുത്. കാരണം ഈ ജീവിത അന്തസ്സ് വരെ എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവരുടെ കണ്ണുനീര് കുടുംബത്തിൽ വീഴാൻ നിങ്ങൾ അനുവദിക്കരുത്. മൂന്നാമതായിട്ട് നിങ്ങൾ പരസ്പരം അനുഗ്രഹിച്ച് ജീവിക്കണം. അബ്രാഹത്തിനെ ദൈവം വിളിച്ച് പറഞ്ഞയക്കുമ്പോൾ അബ്രാഹത്തിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു വിടുന്നു. അത് നീ ആയിരിക്കുന്നിടത്തും നീ ചെല്ലുന്നിടത്തുമൊക്കെ ഐശ്വര്യമാകുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഐശ്വര്യം നിറഞ്ഞ ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാവരുടെയും പേരിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെല്ലുന്നിടം ഐശ്വര്യമുള്ളതായിരിക്കണം. നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കണം. ഈ ഒരു പ്രാർത്ഥനയോടുകൂടി ബലി അർപ്പിക്കാം. ഈ ബലി ദൈവപിതാവിന് ഏറ്റവും സ്വീകാര്യമായ രീതിയിൽ അർപ്പിക്കുവാൻ ചെയ്തു പോയ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം, ഭൂമിയിൽ
സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലും ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനെ. സർവ്വിക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാലേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപമേ ഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപമേ ഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം പാകത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവോദൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ. ഞങ്ങളുടെ അപേക്ഷകൾ അങ്ങ് ശ്രവിക്കുകയും അങ്ങേ ദാസരായ ആശ്വിൻ്റെയും സോണിയായുടെയും മേൽ അങ്ങേ കൃപ കാരുണ്യപൂർവ്വം വർഷിക്കുകയും ചെയ്യണം. അങ്ങനെ അങ്ങേ അൽത്താരയുടെ മുൻപാകെ ഒന്നാക്കപ്പെടുന്നവർ പരസ്പര സ്നേഹത്തിൽ സ്ഥിരീകരിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്തെന്ന് ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യ ഭർത്താക്കന്മാർക്ക് എല്ലാ കാര്യങ്ങളിലും വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ,
ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കരയോ ചുളവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതും അവളെ കളങ്കരഹിതയും പരിശുദ്ധമാക്കിയിരിക്കുന്നതും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യമാരെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാവട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും. സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. അവന്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും. നീതിമാൻ ഒരിക്കലും ഇളക്കം തട്ടുകയില്ല. അവന്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ്. അവന്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും. അവൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഫരിസയരോട് അരുൾ ചെയ്തു, സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. എല്ലാവരും ഇരിക്കുക. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഇന്നത്തെ വിവാഹമെന്ന കുദാശയിലെ പ്രധാന കാർമ്മികരായ അശ്വിൻ, സോണിയ, പ്രിയ സഹവൈദികരെ, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരിമാരെ, ഈ വിവാഹമെന്ന കുദാശയിൽ 3 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ഇറ്റ് ഈസ് എൻ എൻകൗണ്ടർ വിത്ത് ഗോഡ്. ഇത് ദൈവവുമായിട്ടുള്ള ഒരു കൂടിച്ചേരലാണ്. ഇറ്റ് ഈസ് എൻ എൻകൗണ്ടർ വിത്ത് 2 ഫാമിലി. ഇത് 2 കുടുംബങ്ങളുടെ കൂട്ടുചേരലാണ്. മൂന്നാമത്തത്
It is an encounter with person to person. രണ്ട് വ്യക്തികൾ തമ്മിൽ നടത്തുന്ന ഒരു ബന്ധമാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത്. ഇറ്റ് ഈസ് എൻ എൻകൗണ്ടർ വിത്ത് ഗോഡ്. എല്ലാ കുദാശകളും, 7 കുദാശകളുണ്ടല്ലോ, ഈ എല്ലാ കുദാശകളും ദൈവവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലാണ്. വിവാഹമാകട്ടെ, കുർബാനയാകട്ടെ, സ്ഥൈര്യലപനമാകട്ടെ, മാമുദീസയാകട്ടെ, അവിടെ എല്ലാം ദൈവവുമായിട്ടൊരു കൂട്ടുചേരൽ അല്ലെങ്കിൽ കണ്ടുമുട്ടൽ നടത്തുന്നുണ്ട്. ഈ വിവാഹമെന്ന ഉദാശയിലും അത് തന്നെയാണ്. അതായത് ദൈവമാണ് നിങ്ങളെ യോജിപ്പിക്കുന്നത്. ബൈബിൾ വചനം പറയുന്നത് പോലെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താൻ പാടില്ല എന്ന്. മഹാനായ ഫുൾട്ടൻ ജേഷി പറയുന്നു, വിവാഹമെന്ന കുദാശയിൽ 2 വ്യക്തികൾ തമ്മിലല്ല, മറിച്ച് മൂന്നാമത്തെ ഒരു വ്യക്തി കൂടി അവിടെ ചേരുന്നുണ്ട്. അത് മറ്റാരുമല്ല, ദൈവമാണ്. ദൈവമാണ് നിങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്നത്. അശ്വിനെയും സോണിയെയും യോജിപ്പിക്കുന്നത് ദൈവമാണ്. ഒരു മൂന്നാമത്തെ ഒരു വ്യക്തി ഇവിടെ ഇറങ്ങി വരുമ്പോഴാണ് ഈ വിവാഹമെന്ന കുദാശയിൽ അതിൻ്റെ ആധികാരികത നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് എൻ എൻകൗണ്ടർ വിത്ത് ഗോഡ്. രണ്ടാമത്തത് ഇറ്റ് ഈസ് എൻ എൻകൗണ്ടർ വിത്ത് 2 ഫാമിലീസ്. 2 ഫാമിലിയുടെ ഒരു വലിയൊരു ഒത്തുചേരലാണ്. നിങ്ങൾ 2 മാതാപിതാക്കന്മാരും ആ മാതാപിതാക്കന്മാരുടെ സഹോദരന്മാരും എല്ലാവരും അഹോരാത്രം പരിശ്രമിച്ചിട്ടാണ് ഈ ബന്ധത്തിൽ ഏർപ്പെടുവാൻ അല്ലെങ്കിൽ ഈ ഒരു കല്യാണം ആഘോഷം നടത്തുവാൻ നമ്മളിവിടെ തീരുമാനിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പരസ്പരം അറിഞ്ഞുകൂടും, പക്ഷെ പിന്നീട് മാതാപിതാക്കന്മാർ നിങ്ങളെ കണ്ടു, പരിചയിച്ചു, പരസ്പരം ബോധ്യപ്പെട്ടു. അങ്ങനെ ആ 2 കുടുംബങ്ങൾ തമ്മിൽ ഒത്തുചേരുന്ന വലിയൊരു അവസരമാണ് ഈ വിവാഹമെന്ന ഉദാശ. അതാണ് എൻകൗണ്ടർ വിത്ത് 2 ഫാമിലീസ്. മൂന്നാമത്തത് എൻകൗണ്ടർ വിത്ത് 2 പേഴ്സൺ, ദാറ്റ് ഈസ് എ വുമൺ ആൻഡ് മാൻ. ഇവിടെ അശ്വിനും സോണിയായും നമ്മുടെ മുൻപിലുണ്ട്. ഇവരെ ഒത്തുചേർക്കുന്നതും ഇവരെ അനുഗ്രഹിക്കുന്നതും ദൈവം തന്നെയാണ്. എന്നിരുന്നാലും ഇന്നത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളെ വളർത്തി വലുതാക്കിയത് നിങ്ങളുടെ മാതാപിതാക്കന്മാരാണ്. ഈ നിമിഷം വരെ നിങ്ങൾക്കെല്ലാം ചെയ്തു തന്നിട്ടുള്ളത് നിങ്ങളുടെ മാതാപിതാക്കന്മാരാണ്. അവരൊരിക്കലും കൈവിടരുത്. പക്ഷേ ദൈവവചനം വേറൊന്ന് പറയുന്നുണ്ട്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ, അതോടൊപ്പം തന്നെ മാതാപിതാക്കന്മാരെ വിട്ട് നിങ്ങൾ ഒരു ശരീരമായി തീരും. അതിനും ഒരു പ്രത്യേകതയുണ്ട്. ഇനി മാതാപിതാക്കന്മാർ കയറി ഇവരുടെ ജീവിതത്തിൽ ഇടപെടാൻ വന്ന പ്രശ്നമാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതാണ് അമ്മായിയമ്മയാവട്ടെ അമ്മായിയപ്പനാകട്ടെ, ഇവർക്ക് ഇവരുടേതായ ഒരു ജീവിതമുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് മാതാപിതാക്കന്മാരെ വിട്ട് നിങ്ങൾ ഇരുവരും ഒരു ശരീരമായി തീരും. അതോടൊപ്പം നിങ്ങൾ ഓർക്കേണ്ടത് ഇത്രയും നാള് നിങ്ങളെ വളർത്തി വലുതാക്കി ഈ നിമിഷം നിങ്ങൾ വിവാഹമെന്ന കുദാശ കൈ ചേർക്കുന്നത് വരെ നിങ്ങളുടെ മാതാപിതാക്കന്മാരാണ് നിങ്ങളെ ഇത്രയും വലുതാക്കിയത്. അവരോട് നിങ്ങൾ കരുണ കാണിക്കണം, അവരോട് നിങ്ങൾ സ്നേഹം കാണിക്കണം. അതിനാൽ നീട്ടുന്നില്ല, 3 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. എൻകൗണ്ടർ വിത്ത് ഗോഡ്, എൻകൗണ്ടർ വിത്ത് ഫാമിലി, എൻകൗണ്ടർ വിത്ത് 2 പേഴ്സൺ. എല്ലാത്തിൻ്റെയും കൂട്ടുചേരൽ, കൂട്ടുമുട്ടലാണ് വിവാഹമെന്ന ഉദാശ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വൈദികരായ ഞങ്ങളുടെ 3 പേരുടെയും ആശംസകളും പ്രത്യേകിച്ച് ഇന്നത്തെ വിവാഹമെന്ന ഉദാശയിലെ കാർമ്മികരായ അശ്വിനും സോണിയായ്ക്കും എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ വിവാഹമെന്ന കുദാശ നടക്കാൻ പോവുകയാണ്. സാക്ഷികളായിട്ട് അശ്വിൻ്റെ ഭാഗത്തു നിന്നും സോണിയുടെ ഭാഗത്തു നിന്നും ഓരോരുത്തർ വരും. സാക്ഷികൾ കേട്ടോ, സാക്ഷികൾ.
പ്രിയപ്പെട്ടവരെ, പുരോഹിതൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കുദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങളിന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടെ ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പൗത്രീകരിച്ചിട്ടുള്ളതാവുന്നു. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക കുദാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അതിന് മറുപടി പറയുക. സോണിയ, നിങ്ങൾ വിവാഹിതരാകുവാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെ പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണോ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണോ? ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണോ? വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുൻപാകെ സമ്മതം പ്രകടമാക്കും. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തുന്നതുവരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം വരെ നമ്മെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശിസുകൾ കൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവമേ, ഈ താലി ആസ്വദിക്കണമേ. ഇത് ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായിരിക്കട്ടെ. ദൈവമേ, പ്രസാദപുരത്തിൻ്റെ അടയാളമായ ഈ മന്ത്രക്കോടി ദയാപൂർവം ആസ്വദിക്കണമേ. ജ്ഞാനസ്നാനാവസരത്തിൽ പ്രസാദപരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹം നൽകുന്നു. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി
ധരിച്ചുകൊള്ളുക. പ്രിയ സഹോദരരെ, തിരുസഭയെയും സർവ്വലോകത്തെയും വിശേഷിച്ചിന്ന് വിശുദ്ധ വിവാഹത്തിൽ ഒന്നിച്ച ഈ സഹോദരനെയും സഹോദരിയെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമൂഹം മുഴുവൻ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിനെ വിശുദ്ധീകരിച്ച ക്രിസ്തുനാഥ, ഇന്ന് വിവാഹവിദ്ധരായ അശ്വിനെയും സോണിയയെയും അനുഗ്രഹിക്കുകയും ഇവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നേക്കും യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹീതരാകാനും മക്കളിൽ ചൊരിയുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരിച്ചു കിട്ടാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുവിൻ്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും ഉത്തമ മാതൃകകളായി പ്രശോഭിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ മക്കളെ തൃക്കൺ പാർക്കണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിപ്പിക്കപ്പെടുന്നതുവരെ സ്നേഹത്തിൽ വളരുവാനും ജീവിതക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യാനും വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ഞങ്ങൾ സ്വീകരിക്കണമേ. ഹൃദയതാളത്തിൽ കാഴ്ചയേകാനായി വരുന്നിതാ ഞങ്ങൾ സ്വീകരിക്കണമേ. നിറയുമീ കാസയിൽ ഉയരുമീ പീലാസയിൽ ഏഴയാമൻ ആത്മവ്യതകൾ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥാ, സർവവും കാഴ്ചയായേകാൻ. സ്വീകരിക്കണമേ നാഥാ, സർവവും കാഴ്ചയായേകാൻ.
സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തിന് പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ സന്തോഷത്തോടെ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കുകയും വിവാഹകുദാശയുടെ ഉടമ്പടിയാൽ അങ്ങ് സംയോജിപ്പിച്ച ഇവരെ പിതൃവാത്സല്യത്താൽ കാത്തുപാലിക്കുകയും ചെയ്യണമേ. നാവിൻ എന്നീശോദൻ നാമം കാതിൽ എന്നീശോദൻ നാദം കണ്ണിൽ ഈശോദൻ രൂപം നെഞ്ചിൽ ഈശോദൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോദൻ നാമം കാതിൽ എന്നീശോദൻ നാദം അരികിൽ വന്നോ ഉള്ളം തരളിതമായി കാതിൽ തിരുമൊഴി കേട്ടോ നീ എൻ പൈതലല്ലേ ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു. നാവിൽ എന്നീശോദൻ നാമം കാതിൽ എന്നീശോദൻ നാദം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവം എഴുന്നേറ്റ് നിന്ന് സ്തോത്രഗീതം ആലപിക്കുക. ദൈവമേ, ഞങ്ങളങ്ങിൽ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. പാരിതിന്നതിൽ നാഥനാമങ്ങേ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരകേ. ദൈവദൂതന്മാരെ വരും പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും വാനദൂതവൃന്ദവും സ്വർഗസംഗീതം നീട്ടുന്നു. സൈന്യാധീശനം ദൈവം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ വിരുന്നിൽ പങ്കാളികളായി തീർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹകുദാശയാൽ ഒന്നായി തീർന്ന് ഇവർ അങ്ങയോട് സദാ ചേർന്ന് നിൽക്കുകയും അങ്ങേ നാമം മാനവ സമക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളതേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോട് കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുകയും
സർവശക്തനായ പിതാവായ ദൈവം തൻ്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും സന്താനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ ജാതനായ ഏകപുത്രൻ ഉയർച്ചയിലും താഴ്ചയും നിങ്ങളെ കാരുണ്യപൂർവ്വം സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സദാ ചൊരിയുമാറാകട്ടെ. ആമേൻ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ ഏവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും ജീവിക്കുവാൻ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. പുതിയ കുടുംബത്തിൻ കതിരുകളുയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകളുയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. നവദമ്പതിമാരെ ഭാവുകമരുളുന്നു, നവദമ്പതിമാരെ ഭാവുകമരുളുന്നു. മഞ്ജുളവാണികളാ മംഗളമരുളുന്നു. മഞ്ജുളവാണികളാൽ മംഗളമരുളുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകളുയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. You and I running wild, love like I ain't never had it, never had it. Breathe you in, never quit. I don't wanna live without it, live without it. I got you on my mind and I can't get you out. My head is spinning, I don't wanna slow it down. I love you like it's all I ever knew. 'Cause whenever I'm with you, it's all good, it's all good. Everything is all good, all good. Everything is all good.
Yeah, I doubt myself, and I'm too proud to ask for help. When you see me beside myself, I don't have to explain it, baby. Yeah, I'm over picking fights and trying to mend it with the height. Don't wanna know that I'm not right. I never have been lately. Yeah, sometimes I need someone to pick me up, overdose my mind with the things I love. You can take me there when my heart beats free. Take my hand in the middle of a crisis. Pull me close, show me, baby, where the light is. I was scared of how I couldn't silence, but you made me feel good. I like it. Take my hand in the middle of a crisis. Pull me close, show me, baby, where the light is. I was scared of how I couldn't silence, but you made me feel good. I like it. You made me feel good. Yeah, I get overwhelmed when all these problems burn like hell. Maybe I just need a friend who never calls me crazy. You pull me off the front. Yes, it's the pure the plan of the Almighty God. You both deserve together on this lovely occasion. I wish all the success and a rocky life ahead. I feel this stage is incomplete without your families. The reason behind what you are today and what you have today. So let us invite your parents and siblings to share the space on the stage. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ പ്രത്യേക പദ്ധതി പ്രകാരം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആശിനും അതുപോലെ തന്നെ സോണിയായ്ക്കും നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടും അവിടെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടും ഇപ്പോൾ ഞങ്ങളിവിടെ മുറിക്കാൻ പോകുന്ന മറ്റൊരു വിഭവത്തെ അങ്ങ് ദയാപൂർവം ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതം ഈ കേക്ക് പോലെ മധുരകരമായി തീരട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളത്. Now it's a candle lighting ceremony. May I request the both bride and groom and their families to step forward to light the candle. Take my hand in the middle of a crisis. Pull me close, show me, baby, where the light is. I was scared of how I couldn't silence, but you made me feel good. I like it. Take my hand in the middle of a crisis. Pull me close, show me, baby, where the light is. I was scared of how I couldn't silence, but you made me feel good. I like it. You both to move forward to cut the baking cake, which symbolizes the love, support, and care. You made me feel good. I like it. You made me feel good. Taking the weight off to help with the pressure. And now it's you stressing, thinking it mattered. Lay with you for hours, but it feels like seconds. It's only moments and I'm in heaven. It's only moments and I'm in heaven. Oh, you make me feel good. You make me feel good. You make me feel good.
Balu on the stage and proceed with the games, please. First Ashin Janoda. Sonia Chechi's birthday. June 11th. Ashin Jan's birthday. July 13th. Ashin, Sonia's phone number. At least first 3 digits, 4 digits. 9495. And last number is 092. Ano? Again, show the game. Now, Ashin's phone number. Second, 2 digits at least. 98. Allah. Ashin Jan's chappal size. 10. It's 7, I guess. Yes. 7. Now, favorite cuisine of the bride? If Italian. Yeah. Favorite. Shawarma. Ashin Jan's tea or coffee? Tea or coffee? Tea. Chechi's tea or coffee? Tea. Sonia, Ashin's hobby and the Retrofitter. Of? Of archery. Retrofitting. That's it. Sonia, painting. We will have a lot of paintings in our home. Hopefully. Last question. Sonia Chechi's weight. Sonia Chechi's weight. ഞാനിതൊരു പൊക്കി നോക്കിയിട്ടാന്ന് എനിക്കറിയില്ല പൊക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അറ്റ്ലീസ്റ്റ് ഫോർ എ വൈൽഡ് ഗെസ് ഇതിന്റെ ഓഡിയൻസ് റൈറ്റ് യെസ് റെഡിയാണോ സീസൺ കംഫർട്ടബിൾ ഓക്കെ നൗ യു കൻ ഗെസ് ദ വെയിറ്റ് ഇഫ് യു വാണ്ട് വാട്ട് വുഡ് ബി ദ വെയിറ്റ് ഐ ഗെസ് അറൗണ്ട് 70 and is me okay that is right and what about Ashin's what do you think and that's quite less he is over 100 if I'm not wrong. Okay, now I'd like to request the cousins of the bride and the groom and the friends to please come over the stage. We'll have a short round of Damsharats. Game വളരെ സിമ്പിൾ ആണ്. ദംഷറാറ്റ്സ് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഗെയിമാണ്. ബ്രൈഡ് ആക്ട് ചെയ്ത് ഞങ്ങളൊരു സിനിമ പേര് പറയും. പുള്ളിക്കാരത്തി ആക്ടിങ്ങോടെ ഗെസ് ചെയ്യിക്കണം ഏതൊരു ടീമിനെ. അപ്പോൾ ഐ ലൈക്ക് ടു റിക്വസ്റ്റ് ദി ബ്രൈഡ് ടു പ്ലീസ് ഗോ ഐ ഹാൻഡ് ഓവർ ദ മൂവി നെയിം ടു യു. ഓഡിയൻസിന് വേണമെങ്കിൽ ഗെസ് ചെയ്യാൻ ഇല്ല. Ten seconds more. Time. Okay. എന്താണ് പടത്തിന്റെ പേര് ചിരഞ്ജീവി IPS. പാട്ടിനെ സ്നേഹിക്കുന്ന ആളാണ്. ആശിന് ഇഷ്ടപ്പെട്ട പാട്ട് ഞങ്ങളിവിടെ എവിടെ ടൂർ വന്നാലും ആ പാട്ടുണ്ടെങ്കിൽ ആൾ വരുള്ളൂ. അപ്പോൾ കാർ എടുത്താലും ആ പാട്ടിട്ടാലേ കയറുള്ളൂ. അപ്പോൾ സോണിക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആശിൻ്റെ ഫേവറേറ്റ് സോങ്. ആശിന് ഏത് ട്രിപ്പ് ഉണ്ടെങ്കിലും അതുണ്ടെങ്കിൽ ഇറങ്ങുള്ളൂ. ഞങ്ങൾ ട്രൈ ചെയ്യാം, ഗസ് ചെയ്യാം. പഴയ സോങ് ആശിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പം റിലീസ് ചെയ്യുന്നില്ല, പയ്യെ കാണിച്ചു. ഡാൻസ്
ചെയ്തത് നമ്മുടെ സോണിയുടെ കസിൻസ് ആണ്. എൻ്റെ സൈഡിൽ നിന്ന് പ്രത്യേക കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ അതേപോലെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത എൻ്റെ ബിലോഡ് ബ്രദർ നിതിൻ, മൈ ഡിയർ ഫ്രണ്ട്സ് റിബിൻ ആൻഡ് അതർ ഗ്യാങ് ഓ ഹിയർ. താങ്ക് യു സോ മച്ച്. Morning light breaking through the eastern hills, just you and me, while the earth stands still. Dashboard dreams of what could be in the great unknown. We have no map, we got no plans, just
passing by in cold December. Lost in view, but still your face and your gaze I remember. Looking at the diamonds in your eyes, shine in the pale moonlight. We've come so far, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel alive. At 59, when we feel young. Reminiscing our days together. Found our names written in the stars forever. Looking back at all that we've been through, a fairy tale come true. I'm there for you, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel alive. At 59. What I've been going through, waiting and wanting you. Could this be love? How? Tell me, how will I know? Will my heart believe it so? Or can I trust the way I feel? If you could read my mind, you see how hard I tried. Still I can't decide. If you only knew what I've been going through, waiting and wanting you. Could this be love? Oh, tell me, could this be love? El amor no hace promesas. Do you know if it's true that real love lasts a lifetime? പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും
കൊടുക്കുകയും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.